നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട് പെൺകുട്ടികൾ സ്വന്തം കുടുംബത്തിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ളത്. പെൺകുട്ടികൾ മാത്രമാണോ? ആൺകുട്ടികളും സ്വന്തം കുടുംബത്തിൽ സുരക്ഷിതരല്ല. അപ്പം നിങ്ങൾ പറയും സ്കൂളുകളിൽ അങ്ങനെയാണെങ്കിൽ ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തുകൂടെയെന്ന്. സ്കൂളുകളിൽ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്തൊരു ചെറിയ പ്രശ്നം കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഞാൻ എന്നും മാതാപിതാക്കളോട് പറയാറുണ്ട്, ഒരു അരമണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അത്. ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ കാരണം, ഞാൻ ഒരിക്കലും ഒരു അമ്മ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അവരെൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനുമായിട്ട് ഒരു അരമണിക്കൂർ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ എന്ന്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, എനിക്ക് സമയമില്ല അതിന്. സത്യമാണ് കേട്ടോ, അമ്മ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒത്തിരി ദൂരത്ത് പോയി അവർ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഞാൻ അവന് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവന് വിദേശത്ത് അയച്ച് പഠിപ്പിക്കണം, അവൻ്റെ കാര്യം സെറ്റിലാവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാരിങ്ങനെയാണ്. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു വീടിൻ്റെ സ്വപ്നമാണ്, പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്, എല്ലാമാണ്. പക്ഷെ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തി വന്നു കഴിയുമ്പോൾ കുഞ്ഞ് കൈവിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം തന്നെ നിങ്ങൾ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. സ്കൂളിൽ പോകുന്നത് തൊട്ട് തിരിച്ചു വരുന്നതും വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങളെല്ലാം ആ കുഞ്ഞിനെ പറയാൻ അനുവദിക്കുക. നമ്മളൊരു നല്ല കേൾവിക്കാരാവുക. ഫ്രീ കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യുക. അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞ് ഒരാഴ്ചയാകുമ്പോഴത്തേക്ക് അതൊരു ശീലമായി മാറിക്കോളൂ. ഈ അരമണിക്കൂർ നിങ്ങൾ അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അനാരോഗ്യകരമായ ഇടപെടൽ എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ ഉടൻ തന്നെ നമുക്കത് കണ്ടെത്താനും പരിഹരിക്കാനും സാധിക്കും. 2, നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ വരും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും. ഇപ്പോഴെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ പഠിച്ച് റാങ്കൊക്കെ മേടിച്ച് പോകും. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഒരു സമൂഹത്തിൽ ഇറങ്ങി 2 വാക്ക് പറയണമെങ്കിൽ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി കുറവാണ്, അവർക്ക് പേടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. വേറൊരു കാര്യം കൂടി നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ. ഇംഗ്ലീഷ് പറയാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. മക്കളോട് പറയുക, സത്യം പറയണമെന്നുള്ളത്. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മർദ്ദത്തെ കുറയ്ക്കാൻ സാധിക്കും. പല കുട്ടികളും ചില കാര്യങ്ങൾ കാണാത്തത് കണ്ടു എന്ന് പറയും, കേൾക്കാത്തത് കേട്ടു എന്ന് പറയും. ഇത് നിങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൂട്ടും. സത്യമാണോ കുഞ്ഞ് പറയണതെന്ന് അറിയില്ല. നമ്മളുടെ മക്കള്, കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞാണ്. നമ്മുടെ മക്കൾ പറയുന്നത് അതേപടി നമ്മൾ വിശ്വസിക്കും. ചില കുട്ടികളുണ്ട്, നമ്മളെയൊക്കെ നമ്മൾ വട്ടം കറക്കണ കുട്ടികളുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് അത് ഫലിപ്പിച്ച് സത്യാവസ്ഥ വളരെ വിദൂരത്തായിരിക്കും. അത് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാത്രമല്ല, ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോഴും ഇത് വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്, ഈ വളച്ചൊടിക്കപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് പറയാമോളൂ, നുണ പറയരുതെന്ന് പറയുക. കൗമാരക്കാരൻ ശരീരം കൊണ്ട് അവർ വളർന്നിട്ടുണ്ട്, മനസ്സുകൊണ്ട് കുഞ്ഞ് തന്നെയാണ്. അവർക്ക് സ്നേഹവും പരിലാളനയും പരിഗണനയും ഒക്കെ കിട്ടേണ്ട കാലമാണ്. ആ സമയത്ത് അത് കൊടുത്തില്ലെങ്കിൽ എന്തു പറ്റും? സ്നേഹത്തിൻ്റെ സ്രോതസ്സ് തേടി അവരും പോകും. അടുത്തൊരു കാര്യമാണ്, നമ്മളുടെ കുട്ടികളെ പറ്റി നമ്മൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ പ്രായത്തിനൊപ്പമുള്ള കുട്ടികളായിട്ടല്ലേ അവർ കൂട്ടുകൂടുന്നതെന്ന്. പ്രായത്തിൽ കവിഞ്ഞ കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു ശ്രദ്ധ വെക്കേണ്ടതാണ്. അതുമാത്രമല്ല, നമ്മളുടെ കുട്ടികളുടെ കൂട്ടുകാരാരാണ്, ആ കുട്ടികളുടെ കൂട്ടുകാരുടെ മാതാപിതാക്കളുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ വെക്കുക, ഒരു സൗഹൃദ വലയം വെക്കുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ സാധിക്കും. പിന്നെ അധ്യാപകർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കുട്ടിയാണ് ശരിയെന്ന് പറയരുത്. ഞാൻ നിങ്ങളുടെ കുട്ടികൾ പറയുന്നത് എല്ലാം മുഖവിലയ്ക്ക് എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികളോട് നമ്മൾ ആദ്യം ശീലിപ്പിക്കേണ്ടത്, നിങ്ങൾ മക്കളെ സത്യം മാത്രമാണ് പറഞ്ഞോളൂ, നുണ പറയരുത്, കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയരുത് എന്നുള്ള ശീലം കുട്ടികൾ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ അടുത്തത്, മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ മൊബൈലിൻ്റെ ഉപയോഗം കുറേയൊക്കെ കുറച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. എന്നിരുന്നാലും ചില ബിരുദന്മാരും ബിരുദികളൊക്കെ അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. 10 മണിക്കൂർ കൊറിയൻ സീരീസ് കാണുന്ന കുട്ടികൾ വരെ എനിക്കറിയാം.
കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാമുള്ളൂ. മക്കളെ വഴി ഇതാണ്, ഈ വഴിയെ നിങ്ങൾ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കാനാണ് സാധിക്കുള്ളൂ. ആ വഴി ഏറ്റവും മനോഹരമാക്കി തീർക്കേണ്ടതും ആ വഴിയിൽ ലക്ഷ്യത്തിൽ എത്തേണ്ടതും ആ മക്കളാണ്. അല്ലാതെ നമുക്ക് അവിടെ വേറെ മാജിക്കൊന്നുമില്ല. അപ്പൊ കുറച്ച് കുറച്ച് ആ മൊബൈലിന്റെ ഉപയോഗം കൊണ്ടുവരിക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി മാതാപിതാക്കൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. മാതാപിതാക്കളും കുട്ടിയോടെ ഇരുന്ന് വേണം അത് സെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ട കാര്യങ്ങൾ, എക്സർസൈസിന് വേണ്ട സമയങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക. അരമണിക്കൂർ മൊബൈൽ നോക്കാനും അതിനകത്ത് ഉൾപ്പെടുത്തുക. നമ്മളുടെ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂള്, ട്യൂഷൻ സെന്റർ, വീട്, ഈ മൂന്നിലും കിടന്ന് ഈ കുട്ടികൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ റൂട്ടിൽ ഓടുന്ന ബസ് പോലെ വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ കുട്ടികളുടെ ബ്രെയിൻ സെല്ലുകൾ വികസിക്കുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ പകർന്നു നൽകാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് സ്കൂളുകളിൽ അടിയൊക്കെ നിർത്തി, പക്ഷെ നമ്മുടെ മാതാപിതാക്കളുടെ ആക്രമണം കുട്ടികളുടെ നേരെയുള്ള നിർത്തിയിട്ടില്ല. ആക്രമണമെന്ന് ഞാൻ പറയാൻ കാരണം, അധ്യാപകർ ഒരു വടിയെടുത്ത് അടിക്കുന്നത് പോലെ അല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കാണുന്നോടത്ത് ഇടിക്കുക, കാണുന്നോടത്ത് അടിക്കുക. അതുകൂടാതെ നമ്മളുടെ ദേഷ്യവും സമ്മർദ്ദവും ഇറക്കി വെക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തുവായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ കാണരുത്. എനിക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ കഠിനമായ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മുടെ മക്കളെ നമ്മൾ കാണരുത്. അവരധികമായ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ മാതാപിതാക്കള് അല്ലെങ്കിൽ അധ്യാപകര് കുട്ടികളെ ഭയങ്കരമായിട്ട് അടിക്കുമായിരുന്നു. അന്ന് നമ്മൾ അവരെയൊക്കെ ഒരു ഭയഭക്തിയോടു കൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലായി, ഈ മറ്റുള്ളവരെയുള്ള ആക്രമണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസിക വൈകല്യം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വ വൈകല്യമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ചെറുപ്പത്തിലെ ഈ അടി കിട്ടി വളർന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളർന്നതനുസരിച്ച് സമൂഹത്തിൽ തിരിച്ചടി നൽകും എന്നുള്ളതാണ്. നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ നല്ല കുട്ടികളായിട്ട്, നമ്മുടെ അടുത്ത തലമുറ നല്ല തലമുറയാവണമെങ്കിൽ, ഏതായാലും നമ്മൾക്ക് ചൈൽഡ്ഹുഡ് ഉണ്ടെന്ന് പറയാം, അത് കിട്ടിയത് കൊണ്ടാണ് നമുക്കൊരു സമ്മർദ്ദത്തെ പോലും നേരിടാൻ പറ്റാതെ നമ്മൾ കിട്ടുന്നവരെ ഇങ്ങനെ പിടിച്ചടിക്കുന്നതെങ്കിൽ, നമ്മൾ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അത് തന്നെയാണ് അടുത്ത തലമുറയിലേക്ക് അവർന്ന് പകർന്നു നൽകുക. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ കുട്ടികൾക്ക് ജീവൻ കൊടുക്കാൻ മാത്രമല്ല, ജീവിതവും കൊടുക്കണം, സ്വത്ത് കൊടുക്കാൻ മാത്രമല്ല നമ്മൾ ബാധ്യസ്ഥർ കേട്ടോ. അധ്യാപകർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റി ഒന്നും പറയാത്ത എന്താന്ന്. ഇന്ന് എനിക്ക് നല്ലത് ലോക ജനതയ്ക്ക് മൊത്തം അറിയാം, അധ്യാപക ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയേറെ വെല്ലുവിളി നേരിടുന്ന ഒരു ജോലിയാണ്. കാരണം ചില കുട്ടികളൊന്നും ക്ലാസ് എടുക്കാൻ പോലും സമ്മതിക്കാറില്ല, ക്ലാസ്സിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ടീച്ചർ പോലും പുകഞ്ഞ പുള്ളി പുറത്ത് എന്നുള്ളതല്ല, ടീച്ചർമാര് ആ പുകഞ്ഞ പുള്ളിയെ ഊതി കത്തിക്കാനാണ് നോക്കാറ്. അപ്പൊ നമ്മളെപ്പോഴും മാതാപിതാക്കള് ഈ അധ്യാപകർക്ക് ഒരു പരിഗണനയും സ്നേഹവും ബഹുമാനവും നൽകുക. അധ്യാപകരോട് ഒന്നോടെ ഉണ്ട്, ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. അതുകൊണ്ട് നമ്മൾ അറിവിൻ്റെ നിറകുടമായിരിക്കുക, അറിവ് നമ്മളുടെ കുട്ടികളിലേക്ക് പകർന്നു നൽകുക, നമ്മളുടെ മക്കളെക്കായും സ്നേഹത്തോടെ. എല്ലാവർക്കും ഒരു പുതിയ അധ്യയന വർഷം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടേണ്ടതിന് വേണ്ടിയുള്ളതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.